ഇന്ത്യയിൽ എന്തും കാണിച്ചു കൂട്ടാമെന്നും ആരെയും അപകീർത്തിപ്പെടുത്താമെന്നും കരുതിയിരിക്കുന്ന വിദേശ ടെക് ഭീമന്മാർക്കും ഇരുളിലിരുന്ന് വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവർക്കും എട്ടിന്റെ പണി വരികയാണ്. വ്യാജ പ്രചാരണങ്ങൾക്ക് മുന്നിൽ ഇരയായി മാറി നിൽക്കുന്ന പതിവ് രീതി മാറ്റി എഴുതിക്കൊണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുന്നു. ഗൂഗിൾ, മെറ്റ, എക്സ് തുടങ്ങിയ വമ്പൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ 11 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ബോംബെ ഹൈക്കോടതി അദ്ദേഹത്തിന് അനുമതി നൽകിയതോടെ സൈബർ ലോകത്തിലെ അദൃശ്യ ശത്രുക്കൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. കഴിഞ്ഞ കുറച്ചു നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു വലിയ വേട്ടയാടൽ നടക്കുന്നുണ്ടായിരുന്നു. E20 അഥവാ എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി വാഹനങ്ങളുടെ എഞ്ചിൻ തകരാറിലാകുന്നു എന്നും ഈ പദ്ധതികൾക്ക് പിന്നിൽ ഗഡ്കരിയാണെന്നും ആരോപിച്ച് വൻതോതിലുള്ള വ്യാജ വീഡിയോകളാണ് പ്രചരിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോകളിലൂടെ ഗഡ്കരിക്കും കുടുംബത്തിനും ഈ പദ്ധതി വഴി കോടികളുടെ സാമ്പത്തിക ലാഭമുണ്ടായി എന്നുവരെ ഇവർ തട്ടിവിട്ടു. വ്യക്തമായ അജണ്ടയോടെ ഒരു ദേശീയ നേതാവിന്റെ പ്രതിച്ഛായ തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ സൈബർ ആക്രമണം. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? E20 എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം പൂർണ്ണമായും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ്. റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ഗഡ്കരിക്ക് ഈ പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ല. തന്റെ അധികാര പരിധിയിൽ പോലും ഇല്ലാത്ത ഒരു പേരിൽ അസഭ്യമായിട്ടുള്ള ഭാഷയിൽ തന്നെയും കുടുംബത്തെയും വ്യക്തിഹത്യ ചെയ്യുന്നത് വെറും രാഷ്ട്രീയ വിമർശനമല്ലെന്നും മറിച്ച് ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണെന്നും അദ്ദേഹം കോടതിയെ ബോധ്യപ്പെടുത്തി. ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങളെയോ നയപരമായിട്ടുള്ള ചർച്ചകളെയോ തടയാനല്ല ഈ നിയമ നടപടി, മറിച്ച് ഒരാളുടെ വ്യക്തിത്വവും ശബ്ദവും രൂപവും അയാളുടെ അനുവാദമില്ലാതെ AI ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്നതിന് തടയിടാനാണ്. ഇവിടെ ഗഡ്കരി കേവലം തന്റെ സൽപ്പേര് സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഗൂഗിളും ഫേസ്ബുക്കും എക്സും ഉൾപ്പെടെയുള്ള വമ്പന്മാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന ശക്തമായിട്ടുള്ള താക്കീത് കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. വ്യാജ വാർത്തകൾ നിർമ്മിച്ച് വൈറലാക്കി പണമുണ്ടാക്കുന്നവർക്കും അതിന് കുടപിടിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാർക്കും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്.